വളർത്തുമൃഗങ്ങൾക്ക് നേരെ മൂന്നാറിൽ വന്യജീവികളുടെ ആക്രമണം തുടരുന്നത് തൊഴിലാളി കുടുംബങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നു. പശുക്കൾ കൊല്ലപ്പെടുമ്പോൾ ഇവർക്കുണ്ടാകുന്നത് വലിയ നഷ്ടമാണ്. പലരും കിട്ടുന്ന വിലയ്ക്ക് കാലികളെ വിൽക്കുകയാണ്. മൂന്നാറിലെ തോട്ടം മേഖലയിൽ പുലിയുടെയും കടുവയുടെയും ഒക്കെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള വളർത്തുമൃഗങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇപ്പോഴും ആക്രമണം തുടരുന്നു. കാട്ടാനയും കാട്ടുപോത്തും പുലിയുമൊക്കെ തോട്ടം മേഖലയിൽ സ്വൈര്യവിഹാരം നടത്താൻ തുടങ്ങിയതോടെ തൊഴിലാളി കുടുംബങ്ങളുടെ ജീവിതം അങ്ങേയറ്റം ദുസ്സഹമായി കഴിഞ്ഞു. അപ്പോൾ இதுவரைக்கும் எங்கள் சைட்டு 3-4 மாடை புலி அடிச்சிட்டு முதல்ல வாச்சர் இளங்கவன் அவங்க மாடை அடிச்சிச்சு. அவங்களுக்கு ஃபாரஸ்ட்லேருந்து எந்த ஒரு இதுவரைக்கும் பைசாவும் கொடுக்கல. பின்ன செல்வராஜ் அவருக்குள்ள மாடை வளர்மதி செல்வராஜ் அவங்களுக்குள்ள மாடை புலி அடிச்சிச்சு. அதுக்கெல்லாம் எழுதிட்டு போனாங்க. ஃபாரஸ்ட்காரங்க எதுவுமே கொடுக்கல. തോട്ടത്തിലെ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന് പുറമെ കുട്ടികളുടെ പഠനകാര്യങ്ങൾക്കുൾപ്പെടെ പണം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തൊഴിലാളികൾ കന്നുകാലികളെ വളർത്തുന്നത്. ഈ വഴി അടയുന്നു എന്നതിനൊപ്പം നഷ്ടങ്ങളുടെ കണക്കാണിപ്പോൾ ഈ കുടുംബങ്ങൾക്ക് പറയാനുള്ളത്. വളർത്തുമൃഗങ്ങൾ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടാലും പലപ്പോഴും അർഹമായ നഷ്ടപരിഹാരം ലഭിക്കാറില്ലെന്ന് ഇവർ പറയുന്നു. இது இப்போ லைன்ஸ் வரைக்கும் வந்துருச்சு. சின்ன பிள்ளைகளை கூட தூக்கிட்டு போகிற அளவுக்கு இருக்குது. அந்த வால்பாறை இந்த ஏரியாலெல்லாம் சின்ன பிள்ளைகளை தூக்கிட்டு போயிருக்கு. அதே மாதிரி இங்கே உள்ள இங்கேயும் இந்த சம்பவம் നടക്കக்கூடாது. വലിയ തുക മുടക്കി വാങ്ങിയ കന്നുകാലികളെ വന്യജീവി ആക്രമണം രൂക്ഷമായതോടെ ചെറിയ തുകയ്ക്ക് തൊഴിലാളികൾ വിറ്റൊഴിവാക്കുന്നു. വളർത്തുമൃഗങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, സ്വന്തം ജീവനിൽ പോലും തൊഴിലാളികൾ ആശങ്കയിലാണ്. എങ്ങനെ വച്ചാലും പുലി, എങ്ങനെ വച്ചാലും യാന அப்படிங்கிறாங்க. பிள்ளைகளை விட்டுட்டு நாங்கள் வேலை வெட்டிகளுக்கு போகிறதுக்கு கஷ்டமாக தான் தெரியுது. இப்போ எவ்வளவோ பெரிய வரை கூட நடந்து வர்றதுக்கு பயமா இருக்கீங்க. ഉണ്ടായ നഷ്ടങ്ങൾക്ക് അർഹമായ ധനസഹായം വേണം. പുലികളെ കൂടുവെച്ച് പിടികൂടണം. കാട്ടാനകളെയും കാട്ടുപോത്തുകളെയും ജനവാസ മേഖലയിൽ നിന്ന് തുരത്തണം. എങ്കിൽ മാത്രമേ തങ്ങളുടെ ജീവിതം സാധാരണ നിലയിലാകൂ എന്ന് തൊഴിലാളി കുടുംബങ്ങൾ പറയുന്നു. അമൃത ന്യൂസ്, ഇടുക്കി.